മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചേർത്തൊരു 5000 രൂപ ചെലവായിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യോ, അത് ഇത്തിരി കൂടുതലല്ലേ എന്നെ തങ്കമ്മ ചേച്ചി? ആ കാടിവെള്ളത്തിന്റെ വിലയെങ്കിലും ഇത്തിരി ഒന്ന് കുറയ്ക്ക്. കഞ്ഞിവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഇതിന് കൊടുക്കുന്നത് അറിയാവോ? ഓ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട. ഒരു 2500 രൂപ ഞാൻ അങ്ങ് തരും. കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറെ. എന്റെ പിള്ളേരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത്. ചീട്ടി കിട്ടുമ്പം 2500 രൂപ ഞാനങ്ങ് തരും. ഇതിവിടെ നിന്നോട്ടെ. അങ്ങനെ പറയരുത് ചേച്ചി. ഇനി കാടിവെള്ളത്തില് ബൂസ്റ്റ് ഹോർലിക്സും ഇട്ട് ഇളക്കണ്ട. പിടിച്ചോ, ഇതൊരു 4500 രൂപ തികച്ചുണ്ട്. പിടിക്ക് ഗോപാലേട്ടാ. എന്നിട്ട് ഐശ്വര്യമായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറിയിട്ട് തമ്മി ഒരു എംപിയും കൂടെ പോയി. അത് വെട്ടാം. അത് തൊടാൻ പറ്റത്തില്ല, അത് ഹൈക്കമാൻഡാ. ഒരു 100 രൂപ എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടായിരുന്നു. എടാ നിനക്ക് വല്ല പണിക്കോ കൂടെ? 100 രൂപ അത് നമ്മുടെ അടുത്ത് കണ്ടിട്ട് എത്ര ആളായി? അടുത്ത പശുവായിട്ട് സുനന്ദ ചേച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഈ സാമ്പത്തികമായി മുന്നേറിയ ശേഷം മറ്റുള്ള രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുന്ന ചൈനയുടെ തന്ത്രമാണ് അവളുടെ. അത് ശരിയാ. ഇത് തന്നെയല്ലേ അവിടുത്തെ കൊണ്ടുവരാ അണ്ടി ഓഫീസിൽ നടക്കുന്നേ? കൊണ്ടുവരേ ഇത് തന്നെ അണ്ടിയാ? ആ അവിടെ നമ്മുടെ പട്ടിണി മാറുന്നുണ്ടെങ്കിൽ ചൗധരിജി കനിയണം. കന്നി. ആ കന്നി ദേവൻ. इतना समय वाच नहीं है ना, देखा പിടിച്ചാ പിടിച്ചാ തിരിച്ച് പശ ഇങ്ങനെ തേക്കാ 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 ഏസ ഓട്ട ഒട്ട ഒട്ട തേക്ക തൂസ തേക്ക തേക്ക എന്നിട്ട് ഇങ്ങനെ മറിച്ച് ഓ ഒട്ടിക്ക ഒട്ട ഒട്ട മനസ്സ തീസറ ചാർച്ച ഇതർ ഒട്ട നെയ് ഇതർ വർണ്ണക്ക വരക്കുള്ള വർണ്ണക്ക വർണ്ണക്ക വര 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 ചാർച്ച ചലോ ബാ. ചേട്ടാ എന്ത് പണിയാണോ ഞാൻ ചെയ്തോളാം പ്ലീസ്. ശരിയാണല്ലോ, ഇപ്പൊ മൊത്തം നമ്മൾ ഒട്ടിച്ചു തീർത്താനെ. പിടിച്ചേ പറക്കോ പിടിച്ചേ. ദേഹനെ കറന്ന സ്ഥലത്തൊക്കെ കറണം. നമ്മളെ കൊണ്ടുപോകാൻ വരുമ്പോ ഞാൻ പോന്നു. ഓക്കെ കാലാട്ടി ഇവിടെ ഇരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പുമ്പോ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു? ബാക്കിയുള്ളവർ പശേച്ച് മതിയായി. ചൗധരിച്ചിട്ട് കാണട്ടെ, കുറച്ച് കാര്യം എനിക്ക് പറയാണ്ട്. എന്തോ പണയുമ്പോ കണ്ടോ കഥപുസ്തകം വായിച്ചോണ്ടിരുന്നോ? അച്ഛ വിശക്കുന്ന പശ അല്ല ദോശ. എടാ ഇവന്മാരെന്ത് ചതിയാണ്? എന്റെ ഫോട്ടോ അവരെ ഫോട്ടോ. എടാ എടാ നമസ്തേ നമസ്തേ വണക്കം വണക്കം. നമസ്തേ നമസ്തേ. नमस्कार जी. नमस्कार नमस्कार. नीना खुशी. नीना जी. जी जी आओ आओ. इधर हमारा बेटी अलीना है. अलीना जी यूथ में ज्वाइन करिए. आओ अलेक्स जी. हाँ ये केरला है कि अमेरिका है? हाँ नहीं नहीं, दिस इज चक्करकुडम. आई नो दैट. आई नो वेयर आई हैव कम. आओ. आज केरला का बर्थडे है ना? हाँ. मैं दिल्ली का मुंडा मुंड पहन के आ गया और आप मलयाली में गा सके आप? अयो इधर मलयाली सर, बंगाली नहीं है. మేము మలయాళీ है जी. Of course I know. ये कौन है? मेंबर. ഒന്ന് നീ സുനന്ദ ചേച്ചി. मैम सुनंदा, ये पंचायत का मेंबर है. Our party is beautiful. Beauty. किधर गया? എവിടെ പോയി? എവിടെയോ പോയി. കിതറോ गया. നന്ദി, धन्यवाद. हमारे यहाँ आपको नम्रता के साथ स्वागत है. अरे बिल्कुल. आइए, आइए. സെറ്റിൽമെന്റ് കൊടുക്കാൻ പറഞ്ഞില്ലേ? So many balloons. बहुत खर्चा किया. ये सीट. And yours? ഈ മുണ്ട് പൊക്കി കാണിച്ച സ്റ്റേജിൽ കയറ്റും. ആണോ? ഉറപ്പാണോ? പിന്നെ ഉറപ്പല്ലേ?
നമസ്കാരം നമസ്കാരം ഇരിക്ക്, ഇരിക്ക്, ഇരിക്ക്. അച്ഛൻ കയറി കയറി ആ ചീറ്റിട്ടില്ല ബാ അങ്ങോട്ട് അടിച്ചു കയറുന്നേ നേതാക്കളും ഭാരവാഹികളും മാത്രമേ വേദിയിലുള്ളൂ പ്രവർത്തകർ താഴെ പിന്നെ ആ യൂത്ത് വിങ്ങിന്റെ എന്ത് ഊത്ത് അവിടെ പോയിടാ അലക്സി ചതിയായിപ്പോയല്ലോ. എന്റെ നീനെ അല്ല ചവിട്ടിക്ക് നമ്മളെ കണ്ടിട്ട് നമ്മൾ മുമ്പിരിക്കണ്ടേ വാ ദേശീയ നേതാവ് ശ്രീ ഹരിറായ് ചൗധരി ഏതാനും വാക്കുകൾ സംസാരിക്കാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ ഹരിറായ് ചൗധരിജി. ആവോ ആവോ സർ I love Chakrakudam. आदरणीय एलेक्स जी, पुष्करन जी, कनप्पन जी और सुनंदा जी. ആ ബലൂൺ മുഴുവൻ നമ്മുടെ ശ്വാസവും. नीना जी, बिंदु जी, सिंधु जी, एंटनी जी, कोटन जी, केरल के सभी जी को मैं दिल से नमस्कार करता हूँ. അതെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സുനന്ദ, സിന്ധു, ബിന്ദു എന്നിവർക്കും നമസ്കാരം. ये जो इतना बड़ा समूह आज हमारे ഇതിലും ഭേദം വല്ല ചോട്ടാ ഭീം എന്നാണ് കരുതുന്നത്. കണക്കിന് ആളുകളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. कि आप लोगों के दिल में हमारे लिए कितना प्रेम है, നിങ്ങൾക്കുള്ള സ്നേഹവും നമുക്ക് മനസ്സിലാവും. मैं उसके लिए आपका धन्यवाद करना चाहता हूँ. ഈ സ്നേഹത്തിൽ धन्यवाद करना चाहता हूँ. ആ അതെ എന്റെ കൂപ്പുകൈ. आप इस सुनंदा जी आप पास आइए. അടുത്തു വരൂ സുനന്ദേ. आप इधर आइए. ये माइक बहुत अच्छा पकड़. ഇവൻ കേന്ദ്രനല്ല വേന്ദ്രനാ. क्या ट्रांसलेशन करती हैं आप? मतलब ओरिजिनल से बेटर. कम क्लोजर. पास आ जाइए. कंफर्टेबल. नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं. നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ സ്ഥിതി കുറച്ച് പരിതാപകരമാണ്. इंडिया हमारे हाथ से फिसल गया है. लाइक वेट सोप. ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നനഞ്ഞ ചന്ദ്രിക സോപ്പ് പോലെ. लेकिन हम इंडिया को वापस लाएंगे. അയ്യോ പക്ഷെ നമ്മൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കും. हमारे देश में केवल दो ही प्रॉब्लम्स है, एक रोटी की और एक धोती की. ये दूसरी നീങ്ങിയത് നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് അരിയും മറ്റത് മുണ്ടും. ഛേ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് വല്ല ഹിന്ദി കൊടുത്താൽ മതിയായിരുന്നു. ഹംജി എന്തെങ്കിലും മനസ്സിലായിരുന്നു. എന്തോ ഹിന്ദി. ഞാൻ ടീഷർട്ട് വാങ്ങിച്ചു തന്നിരിക്കുന്ന എന്റെ ഫോട്ടോ വെച്ച് അടിക്കാനല്ലേ? പിന്നെ ബാക്കിയുള്ള എല്ലാ ഊളുകളും അവരെ ഫോട്ടോ വെച്ച് അടിച്ചേക്കണം. നിന്റെ പിടിപ്പാടാൻ വിളിച്ച മുദ്രാവാക്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ടീമുകളാ. പക്ഷെ ഇന്ന് തന്നെ ഞാൻ അടുത്ത കുറ്റടിക്കും. നീ ഓക്കെ സർവത്തൊടിക്കാം. MLA MP ഒക്കെ ഇനി സ്വപ്നങ്ങൾ മാത്രം. ഈ പഞ്ചായത്തിലെങ്കിലും എന്തെങ്കിലും ആകാമെന്ന് കരുതി അടി കടിച്ചു കിടക്കുന്നു. അതും നടക്കുമെന്ന് തോന്നില്ല. ചൗധരി ജിയും 3G ആയി. ഒരു സ്ഥാനത്ത് കയറിയ പിന്നെ ചത്തേ മാറും. വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ വേറെ എന്ത് പണി അണിയാം? കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കതർ ഷർട്ടും ലെതർ പേഴ്സൊക്കെ ഉണ്ട് കയ്യിൽ. പേഴ്സിനാണെങ്കിൽ 5 നയ പൈസ ഇല്ല. ദാരിദ്ര്യം. ചാനൽ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. അവർക്കാണെങ്കിൽ വക്കീല് അല്ലെങ്കിൽ രാഷ്ട്രീയ സീമ്പടുത്തക്കാർ മതി. രാഷ്ട്രീയ സീമെടുത്തക്കാരോ? രാഷ്ട്രീയ നിരീക്ഷകർ. ഓ എനിക്കാണെങ്കിൽ കുറെ കടമുണ്ട്. എടാ കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് തേച്ച പോലെ ഇപ്രാവശ്യം ആരും തേക്കാൻ നിൽക്കരുത് കേട്ടോ. എടാ നിങ്ങൾക്ക് എങ്ങനെയൊക്കെങ്കിലും എന്നെ പ്രോത്സാഹിപ്പിക്കടാ. എടാ ലീഡർ കേബിൾ ഉഷാറാക്കും. ഇക്ക ഒരു 10 പൊറോട്ട 2 BDF. അല്ല ഇപ്പൊ കഴിക്കാനാ. ഉഷാറാക്കാനല്ല പറഞ്ഞത്. ഉഷാറാക്കാൻ ഇനി പറയണ്ടാട്ടാ. വീണ്ടും അവനെ ഓർഡർ ചെയ്യും. രക്ഷിത കറവഴിഞ്ഞ് ഗോപാലയുടെ തന്നെ പിഴിയേണ്ടി വരും. മോളെ ആ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ശ്രീയാ എന്തോ പൈസക്കാരിവാ. കുഞ്ഞി വാ. ഇവരെന്ത് പറ്റി? അച്ഛൻ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു. പൈസക്കാര്യം എന്ന് പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വഹിക്കാമെന്ന് ആരെങ്കിലും അത് വിചാരിച്ചു കാണും. അവളറിയാതിരിക്കാനാ. വാടി. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. അറിയാൻ ചേച്ചി, പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി കരയല്ലേ, ഞാൻ എന്തെങ്കിലും മാർഗം കാണാം. വിഷമിക്കല്ലേ. അതെ,
എനിക്ക് ഇപ്പോഴാണ് ആളിനെ മനസ്സിലായത്. പണ്ട് PSC റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ആരോ അവരുടെ നിയമനം അട്ടിമറിച്ചു. അന്നു മുതൽ തുടങ്ങിയ ദുരിതമാ. പാവം. ഞങ്ങള് പാർട്ടിയിൽ സീറ്റ് പിടിക്കാന്ന് പറഞ്ഞാൽ പോത്തിനെ പിടിക്കുന്ന പോലെ. എന്താ ലീഡറെ, പോത്തിനെ പിടുത്തോ? നീ ആ ജല്ലിക്കെട്ട് സിനിമ കണ്ടല്ലേ? അതിൽ പോത്തിന്റെ പുറകെ നടക്കുന്ന പോലെ എല്ലാരും പുറകിലും ജി 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 ഒരു ജി ജി എന്നെ വിളിച്ച് കിടക്കണം. നീ തേച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഇനി നിൽക്കാൻ പോലും സമയം ഉണ്ടാവില്ലട്ടാ. പറഞ്ഞാൽ കുറച്ച് തേച്ചാൽ എന്താടാ ഇതെപ്പന്റെ തോള കയറി നീ ഇത് ഊരിയില്ലേ? എന്നാ വാലി ഓ എടാ ഒരു ലിഫ്റ്റ് തന്നെ എനിക്ക് സീറ്റ് ഇട്ടു. നമ്മൾ നന്നായിട്ട് വൈകി. നമസ്തേ ജി. ഇത്തവണെങ്കിലും ഒരു ചെറിയ സീറ്റ് കിട്ടാൻ വഴിയുണ്ടോ? എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വീട്ടിലെ 2 പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞ് സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ? അങ്ങനെയാണെങ്കിൽ സുനന്ദയ്ക്ക് നേരത്തെ ചെയ്തുകൂടെ? നീ വളരുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ഞാനൊരു ദയ ചെയ്യാം, 2ാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, നീയും ഇവനും കൂടി എന്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ? ഓർമ്മയുണ്ടോ? ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത്. അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാല് പിടിച്ച് പറയണം. കതറിന് കഞ്ഞി പൊഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എന്റെ മോളുടെ പുറകെ നടക്കണ്ട. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. വിട്ടോ? അല്ല അലീനെ KPA മറക്കും. ഞാൻ പോവും. എന്തായി? ആ ഗേറ്റ് അങ്ങ് പൂട്ടിയേക്ക്. സീറ്റിന് വേണ്ടി നീ അലക്സിന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമില്ലടാ? എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് മാറിത്തരാൻ? അത് നീ ചെയ്യാത്തോണ്ടല്ലേ എനിക്ക് ആ കുരങ്ങന്റെ കാല് പിടിക്കേണ്ട വന്നത്. നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാലോ? എന്ത് കാരണം? എനിക്കറിയാം, നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയായിരുന്നു. അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛൻ്റെ മക്കളല്ലേ? പിന്നെ എന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കൽ? എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് ഇതെന്ന്. നിനക്ക് എന്തറിയാടാ? അലക്സ് ചെയ്തതേ നീ മറന്നു കാണും. എനിക്കതിന് പറ്റത്തില്ല. അമ്മയെ കണ്ട ഓർമ്മ നിന്നേക്കാ കൂടുതലേ എനിക്കാ. അയാളെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. അപ്പോ UDP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ്. വാർഡ് 4 MK ഗുണപാൽ, വാർഡ് 5 KP സുനന്ദ, 7 PK കുഞ്ഞപ്പൻ, 9 സുകുമാരൻ നായർ, 11 റഷീദ, 14 PP ടോണിക്കുട്ടൻ. എന്താണ് 6 സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? ബാക്കിയുള്ള സീറ്റുകളിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണോ? ഒരു തർക്കവുമില്ല. ഘട്ടം ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. ഈ ലിസ്റ്റിൽ KP ഇല്ലല്ലോ. ശരിക്കും ഗ്രൂപ്പ് ഇതിനാണ് യഥാർത്ഥ പ്രശ്നം. സോറി, നോ കമന്റ്സ്. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. CM പുഷ്കറിന്റെ സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത്. പുഷ്കറിന് അടുത്ത ലിസ്റ്റിലുണ്ടാവുമോ? അലക്സിന്റെ ഗ്രൂപ്പുകാരനായ പുഷ്കറിനെ തന്നെ അയാൾ വെട്ടിയോ? ഇതെന്താ അടവ്? അത് അലക്സിന്റെ അടവല്ല, എൻ്റെ ഒരടവാ. അമ്മയെ ബോംബെറിഞ്ഞ കൈയല്ലേ, അതിനീ പഞ്ചായത്തിൽ വേണ്ട. ഈ പാർട്ടിക്ക് വേണ്ടി എന്തുമാത്രം തല്ലോടെന്ന് അറിയോ? ഞാൻ എന്തൊരു പോസ്റ്റർ എവിടെ ഒട്ടിച്ചെന്നറിയോ? മണം നോക്കി, മൈദന മണം നോക്കി. താങ്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? എന്ത് സാറേ, ഇത് ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ളതാണോ? എവിടെ? ചക്കരക്കുടത്തിന്റെ അമരത്ത് KPA ഞങ്ങൾക്ക് വേണം. KPക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തകർ 50 പേര് ആത്മഹത്യയും. കേരള KPയുടെ പരപ്പുറത്ത് ആത്മഹത്യയും. കേരളം നിന്ന് കത്തും. ഇങ്ങനൊന്നും ആരും KPനെ കരയിപ്പിക്കാന്ന് വിചാരിക്കണ്ട. തളരുന്ന് വിചാരിക്കണ്ട. തളരൂല. അതെ, വർക്കിച്ചായം വിചാരിച്ച KP രക്ഷപ്പെടുത്താൻ പറ്റും. അല്ല, ഒന്നുമല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി നടത്തിയേ. അത് വേണ്ട. ഒന്നുകൂടെ ആലോചിക്കാമല്ലോ. അത് വേണ്ട. ആലോചിക്കാലോ. അയ്യോ, ഇവിടെ ഒക്കെ പുല്ലോ ക്ലീൻ ചെയ്ത് നമ്മൾ തൊഴിലുറപ്പുകാരെ വിളിച്ചിട്ട്
സത്യോട്ടും ചേച്ചി പൈസ ചോദിക്കാൻ വന്നല്ലേ ചേച്ചി? ചോദിച്ചോക്ക് ചേച്ചി, സത്യോട് ചോദിച്ചോക്ക്. ഇവരൊക്കെ കണ്ട ഞാൻ പൈസ ചോദിച്ചോ വല്ലോ തരുമെന്ന് ചോദിച്ചോ? കണ്ട നീ ശശിയെ കണ്ടോ? ശശി ആയില്ല. ആര്? അയ്യോ ഇതിന് മേള. ആ അതെ ചേച്ചി ശശി. ശശിയേട്ടാ ഒന്ന് വന്നേ. ശശി ഇയാൾ ഇതിന്റെ മേലെ ഉണ്ടായിരുന്നോ? ഓ ആകെ 3 കിട്ടുള്ളൂ. ഇന്ന് ഒറ്റം കിട്ടണല്ലേ? ഇങ്ങനെയാണെങ്കിൽ കുറെ ഉണ്ടാക്കും. കഴിഞ്ഞ ആഴ്ചയല്ല അവിടെ തേങ്ങിട്ടത്.